അങ്ങനെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം ഫൈനലി നമ്മൾ 53 സബ്സ്ക്രൈബേഴ്സായി. ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഒട്ടും വിചാരിക്കാത്ത കാര്യമാണ് ഈ 53 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാനതൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്കൊരു ജേർണൽ സപ്ലൈ ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് വന്നു. അപ്പോൾ നമുക്ക് ജേർണൽ സപ്ലൈ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയോ, സ്റ്റാമ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കൊട്ടയിൽ നിന്ന് എടുക്കുന്ന ഓരോ ഐറ്റംസും നമുക്ക് ഈ സ്റ്റാമ്പ് ഉണ്ടാക്കാൻ വേണ്ടതാണ്. ഈ കാണിക്കുന്ന പെൻ ആവശ്യമില്ല, ബട്ട് പെൻസിലും സംഭവങ്ങളൊക്കെ ഔട്ട്ലൈൻ നല്ലതായിരിക്കും. ഈ ഒരു സിസേഴ്സാണ് നമ്മുടെ മെയിൻ സംഭവം. പിന്നെ ബൈ ഇതെങ്ങനെ ഉണ്ട് എന്ന് പറയാൻ മറക്കരുത്. കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, ഗ്രിഡ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് സ്റ്റാമ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആൻഡ് ഞാൻ പറയാൻ മറന്നുപോയി, സോ താങ്ക് യു. എന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് എന്നൊക്കെ പറയൂലേ, എനിക്കത് ഭയങ്കര സന്തോഷമായി 53 സബ്സ്ക്രൈബേഴ്സ് ആയത്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്, പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഓരോ ക്രാഫ്റ്റും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡു സബ്സ്ക്രൈബ് പ്ലീസ്. എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗീവ് അവേ ഒക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര പേർക്ക് ഓർമ്മയുണ്ട്, അത് നമ്മുടെ ലോങ് വീഡിയോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാമ്പ്. ഫുള്ളും ചെയ്യാനുള്ള മടിയുണ്ട് അവസാനം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചൊരു സ്റ്റാമ്പാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പൊക്കെ വിട്ടിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഗ്യാപ്പ് വേണ്ട, ഒരിത്തിരി ഗ്യാപ്പൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് കാണിച്ച് തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്ത് കളറടിച്ച് ഓരോന്നും ആയിട്ടുണ്ടാവും. വാട്ടർ കളർ അടിക്കാനുള്ള മടി കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കളർ അടിച്ച് വെച്ചേക്കുന്നത്. ക്രയോണാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ ബ്ലാക്ക് പെൻ വെച്ച് എന്തെങ്കിലും ഡിസൈൻ വരച്ചിട്ട് നിങ്ങൾ ബ്രൗൺ കളർ അടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പറയാൻ മറന്നുപോയി, വാട്ടർ കളറാണ് നല്ലത്.